ആകെ ഒരൊറ്റ ഫോൺ നമ്പറുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്. എനിക്ക് റീഡാവുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല. മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അറിയില്ല. ഇനിയിപ്പം ഇതിൻ്റെ ഒരു നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അറിയില്ല. ഒരു ഒറ്റ കാര്യം കൂടെ നടക്കാം. ഇപ്പോൾ ഇന്നലെ അങ്കോള പോലീസ് കേസ് രജിസ്റ്റർ താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി കേസ് പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് മനസ്സ് വേദനിക്കാത്ത അല്ലെങ്കിൽ ഒരു പിടച്ചിൽ നെഞ്ചിൽ അനുഭവപ്പെടാത്ത ഒരു മലയാളി പോലും അവശേഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ഒരു മനുഷ്യൻ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ആ മനുഷ്യൻ്റെ കണ്ണീരെന്ന് പറഞ്ഞപ്പോഴത്തെ. അതാണ് ചില സമയത്തെങ്കിലും പറയുന്നത്, ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല എന്ന്. ഇത്തരത്തിലുള്ള മനുഷ്യരിങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി തീരട്ടെ സത്യത്തിൽ മനാഫിക്ക എന്ന് പറയുന്നത്. ഇനിയെങ്കിലും അദ്ദേഹം നിർത്തട്ടെ ഈ ഒരു പരിപാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങളുടെ വില എന്ത്, നിങ്ങളുടെ മൂല്യം എന്ത്, നിങ്ങളുടെ മനസ്സെന്തെന്ന് കൃത്യമായിട്ട് നിങ്ങളെ പരിചയമില്ലാത്ത, നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളോട് രക്തബന്ധമില്ലാത്ത, ഒരിക്കൽ പോലും നിങ്ങളോട് സംസാരിക്കാത്ത എല്ലാ മലയാളികൾക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇനിയും ഓരോ ആൾക്കാർക്കും എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തിയെങ്കിലും ഒരു വ്യക്തിയോട് എനിക്കും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ആ കുടുംബത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതിരിക്കുക. കാരണം അങ്ങനെയുള്ള വാക്കുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മനാഫിക്കയോടുള്ള സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങനൊരു സംഭവം വരുന്നതെന്ന് പറയുന്നത്. ആ ഒരു കമൻറ്റ് അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിനെക്കാളും ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന മനാഫിക്കയെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആ മനുഷ്യൻ ഇത്രയും സഹിച്ചു. 72 രാത്രിയോടെ അവിടെ കിടന്ന് ഉരുവി തീർത്തതാണ്. ഇന്നത്തെ ഒരു ചാനലിൽ വന്ന്, അതായത് 24 ന്യൂസിൻ്റെ ചാനൽ വന്നിട്ട് ഹാഷ്മി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അല്ലെങ്കിൽ ആ ഒരു സംവാദം അല്ലെങ്കിൽ ആ ഒരു സംസാരമുണ്ട്, അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, അദ്ദേഹം തന്നെ പറയുന്നത് 16 ദിവസത്തോളം ഞങ്ങളോട് ഉണ്ടായിരുന്നതാണ്, എല്ലാം കണ്ടതാണെന്ന്. അതിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഹാഷ്മി പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ പിടിച്ചു നോക്കുന്ന സമയത്ത് ചുട്ടു പൊള്ളുവാണ്, പനിയാണ്. ആ പനിയുടെ സമയത്ത് പോലും മഴയും കൊണ്ട് വെയിലും കൊണ്ട് അത്തരത്തിലാണ് അദ്ദേഹത്തിന് അത് ശീലിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടി വന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്. എന്നിട്ടും ആ മനുഷ്യൻ ഇത്രയും നാൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രക്തബന്ധം ആ പുഴയിൽ പോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തു പറയുന്നത്, അദ്ദേഹം ജനിച്ച സമുദായത്തിൽപ്പെട്ട ഒരാൾ അവിടെ കിടക്കുന്നത് കൊണ്ടല്ല. അവിടെ സമുദായം നോക്കിയില്ല, മതം നോക്കിയില്ല, അല്ലെങ്കിൽ നിറം നോക്കിയില്ല, വർഗം നോക്കിയില്ല, വർണ്ണം നോക്കിയില്ല. അദ്ദേഹം നോക്കിയത് ഈ പറയുന്ന അനുജൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അവിടെ കണ്ടതെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരെങ്കിലും കൃത്യമായിട്ട് തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കിയാൽ തന്നെ ചില വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കുക എന്നല്ല പറയുന്നതില്ല, ചില സമയത്ത് നമുക്ക് അരിശം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പോലും മറന്നു പോകുന്നൊരു സന്ദർഭമുണ്ട്. അത് പല ആൾക്കാരും ആ ഒരു മനുഷ്യൻ്റെ ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ സംസാരം എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് എൻ്റെ ചാനലിടാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം ആ മനുഷ്യൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ വല്ലാത്ത വൃത്തികെട്ട നെഗറ്റീവ് ഒരു എനർജി കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പം അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെക്കുറിച്ച് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലുള്ളവന്മാർക്ക് വേണ്ടിയിട്ടാണ്, സത്യത്തിൽ അവർക്കെതിരെയാണ് കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി സ്നേഹം പ്രകടിപ്പിക്കുക, അതിൻ്റെ അർത്ഥമാണോ ഇനി കലാപാഹ്വാനമാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം മനാഫിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് കലാപാഹ്വാനം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു കേസ് വന്ന് എഴുതപ്പെട്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതിലേക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ വരുന്നത് അല്ലെങ്കിൽ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഈ പറയുന്ന ആ ഒരു കുടുംബത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇത് ഏകദേശം 1 മാസത്തിന് മുന്നേ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും എനിക്കറിയില്ലായിരുന്നു ഈ മനുഷ്യൻ തന്നെയാണതെന്നുള്ളത്. ഞാനൊരു വാർത്ത അദ്ദേഹത്തിനെ കുറിച്ച് കള്ളക്കടത്തുകാരനാണെന്നുള്ള ഒരു വാർത്ത വന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയൊരു മനുഷ്യനാണ് ഇതെന്ന് പറയുന്നത്.
എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതി, ശൈലി, നമുക്ക് ഓരോരുത്തരുടെ പെരുമാറ്റം, രീതിയൊക്കെ കാണുന്ന സമയത്ത് അന്നേ മനസ്സിലായ കാര്യമാണ് അദ്ദേഹം ഭയങ്കര വൈകാരികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന്. അങ്ങനെയുള്ള വ്യക്തികളിൽ കള്ളത്തരം കാണില്ല, ഒരിക്കലും കാണത്തില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് അത് അപ്പം എടുത്തടിച്ച പോലെ അവർ സംസാരിക്കും. അവരൊന്നും ചിന്തിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ മനാഫിക്കനെ കണ്ട് അത്രത്തോളം ഈ പറയുന്ന കണക്ക് നമ്മുടെ ഒരു സഹോദരൻ അർജുനെ എങ്ങനെയാണോ സ്നേഹിച്ചത്, നമ്മുടെ സഹോദരൻ പോലുമല്ല, നമുക്ക് ഒരിക്കലും പരിചയമില്ല, രക്തബന്ധമില്ല, ഒന്നുമില്ല, പക്ഷെ സഹോദരനായി തീർന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ എത്ര സ്നേഹിച്ചോ അതുപോലെ തന്നെയാണ് മനാഫിക്കെ ചേർത്ത് പിടിച്ചത്, അല്ലെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു മനുഷ്യനെ കുറിച്ച് വൃത്തിയിട്ട ഒരു ന്യൂസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതുണ്ടാവും എന്ന് നോക്കിയിട്ടല്ല ഒരു ഇത് ചെയ്തത്. അത് ചെയ്യാൻ തോന്നി, ചെയ്തിട്ടും അതിൻ്റെ വ്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റോ ഒന്നും നോക്കില്ല. പക്ഷെ ഏതോ ഒരു സമയത്ത് നോക്കിയ സമയത്ത് ഇതുപോലെ ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം, അതിലപ്പുറത്തേക്ക് അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു DP പോലത്തെ സംഭവമാണ് ഞാൻ കണ്ടത്. അപ്പം നോക്കിയ സമയത്ത് മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് 1 മാസം മുന്നാണ് ഞാൻ ഒരു സംഭവം കാണുന്നതെന്ന് പറയുന്നത്. അപ്പം അപ്പോഴതൊട്ടേ എനിക്കറിയില്ല ഈ മനുഷ്യനാണതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു വീഡിയോയ്ക്കകത്തും ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കമൻറ്റ് കണ്ട സമയത്താണ് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിനോട് ചോദിച്ചത്, നിങ്ങൾ തന്നെയാണോ എനിക്ക് ആ കമൻറ്റ് ഇട്ടിയെന്ന് ചോദിച്ച സമയത്ത്, മനാഫിക്ക തന്നെയാണോ എന്ന് ചോദിച്ച സമയത്താണ് ആണ് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. അപ്പോഴേ അറിഞ്ഞതാണ് ഇദ്ദേഹത്തിനൊരു ചാനലുണ്ട്. അന്ന് കയറി നോക്കിയപ്പോഴും അതിനകത്ത് അത്ര സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല, അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ ആ ചാനലിൽ നോക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അതിനകത്ത് ഒരു കലാപോ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരെ പറയുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിലൂടെ, അല്ലെങ്കിൽ ആ ലൈവ് സെക്ഷനിലൂടെ കണ്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതെല്ലാം നല്ല അർജുന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ മാത്രമാണ് ഞാനതിൽ കണ്ടത്. അതിലെവിടെയാണ് മതത്തിനെതിരെ സംസാരിച്ചത്, കലാപത്തിന് ആഹ്വാനം കൊടുത്തത്, മതസ്പർദ്ധ വളർത്തിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം അത്യാവശ്യം MA വരെ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം മതത്തിനെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരം അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ബോധം കൃത്യമായിട്ട് എനിക്കുണ്ട്. അത് ആർക്കാണത് ഇല്ലാതായി പോണേന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പക്ഷെ ചില ആൾക്കാർ മതത്തെ തമ്മിൽ തല്ലിയടിപ്പിച്ചുകൊണ്ട് നല്ല രീതിക്ക് വിഷം ചീറ്റുന്ന ചില മനുഷ്യരോടെ ജീവിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിനും മനസ്സിലാവുന്നുണ്ട്. അത് ആരെന്ന് നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല, അവർക്കെതിരെ ഒന്നും പറയുന്നില്ല. ഈ ഒരു പാവ മനുഷ്യന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 22 ദിവസം ആ മനുഷ്യൻ്റെ ഈ ഉണ്ടാക്കി വെച്ച വ്യവസായമായാലും കുടുംബങ്ങളെയായാലും കുട്ടികളെയായാലും മറന്നിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആ പുഴയോരത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, ആ നദീതീരത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യൻ്റെ പൊട്ട മനസ്സെന്നേ പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ലത് ചെയ്യാൻ പാടില്ല, നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കല്ലെറിയപ്പെടും. അതാണ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതാണല്ലോ സത്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും തെളിയിക്കപ്പെട്ടുള്ളത്. ഏതവനാണോ അല്ലെങ്കിൽ ഏതവളാണോ നല്ലത് ചെയ്തിട്ടുള്ളത് അവരെ കുരിശേറ്റിയല്ലേ ചെയ്തിട്ടുള്ളത്, അവരെ കല്ലെറിയല്ലേ ചെയ്യപ്പെട്ടുള്ളത്. അത് തന്നെയാണ് ഈ മനുഷ്യനും. അതിൽ ഏറ്റവും അവസാനത്തെ കല്ലെറിയലാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആർക്കും ഇത്തരത്തിൽ ഒന്നും ഉണ്ടാവട്ടെ, കാരണം ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു വട്ടം തോന്നും മനാഫിൻ്റെ അനുഭവം ഇതാണ്, ഇനി ചെയ്യാൻ പാടില്ലെന്ന്. അപ്പം നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹം നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിനകത്ത് മതത്തിനെ കൂട്ടിക്കലർത്തുന്ന ആ വൃത്തികെട്ട ജന്തുക്കൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തമ്മിൽ അടുപ്പിക്കാൻ തോന്നുന്ന ആ വിഷ ജന്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഇതിനകത്ത് ഹിന്ദു മുസ്ലിമിനെ തമ്മിൽ നിങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, വല്ലാത്തൊരു ചേരിതിരിവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ, മനാഫിക്ക എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം നിൽക്കുന്ന 99.9% അല്ലെങ്കിൽ പോട്ടെ 100% ആൾ ഹിന്ദുക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ആ ഹിന്ദുക്കളല്ലാതെ ഇതിനെതിരെ പറയുന്ന കുറേ ആൾക്കാർ വരുന്നുണ്ട് ണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളും അല്ല, മനുഷ്യരും അല്ല, ഒന്നുമല്ല എന്ന് തന്നെയാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരായാലും അവരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് യഥാർത്ഥ ഈ പറയുന്ന ദൈവവും പുസ്തകവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഏത് മതമായാലും ഏത് ജാതി ആയാലും എന്തും ആയാലും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. സാഹോദര്യത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഈ പറയുന്ന കണക്ക് നീ മുസ്ലിം ആണോ നീ ക്രിസ്ത്യൻ ആണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കൂട്ടുകൂടുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ആത്മബന്ധങ്ങൾ, ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു മുസ്ലിം ഫാമിലി ഉണ്ട്, നമ്മുടേത് ഹിന്ദു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഓണം വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കും, അവർക്കുള്ളത് ഈ പറയുന്ന പെരുന്നാൾ വരുമ്പോൾ നമ്മളെ വിളിക്കും. ഇതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. ഇനി ഏത് വിഷജന്തുക്കൾ വന്നു കഴിഞ്ഞാലും, ഏത് കൊടിയ വിഷം ചീറ്റുന്ന വർഗീയത ചീറ്റുന്ന മതഭ്രാന്ത് ഉണ്ടാക്കുന്ന ഏത് വൃത്തികെട്ട ജന്മങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നല്ലത് ചെയ്യുന്നവനെ നല്ലതെന്നേ പറയൂ. ആ നല്ലതെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല, മനുഷ്യത്വം മാത്രമാണ്. അത് തിരിച്ചറിയാൻ
തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് നമ്മൾ മലയാളികളെന്ന് പറയുന്നത്. ഇതിനെതിരെ ഏത് സൈസിലുള്ള അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വർഗീയത വരുത്തുന്ന ഏത് വൃത്തികെട്ടവന്മാർ അല്ലെങ്കിൽ ഏത് വൃത്തികെട്ടവന്മാരായാലും വന്നു കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന കണക്ക് എന്താ കുറച്ച് കോമൺ സെൻസോടെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് മനാഫിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ കുടുംബത്തിനെതിരെ നെഗറ്റീവ് പറയാതിരിക്കുക. കാരണം നമ്മൾ ഇദ്ദേഹത്തിനോടുള്ള സ്നേഹപ്രകടനത്തിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് അവരെ പറയുന്നതെങ്കിൽ ആ നെഗറ്റീവ് പറയുന്ന സമയത്ത് അത് ഏറ്റവും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആ ഇക്കയെ തന്നെയാണ്. അപ്പം ആ മനുഷ്യൻ്റെ ആ സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ നെഞ്ച് പൊട്ടി പോകുന്നുണ്ട്. ഇത്രയും പാവം ഒരു മനുഷ്യന് ഈ ഒരു അവസ്ഥ കൊടുത്തില്ല. അതുകൊണ്ട് ഇനി ആ മനുഷ്യനെ ഇട്ട് വേദനിപ്പിക്കാതെ ക്രൂശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഓരോ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികൾ, പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഈ വർഗീയത പലർത്താൻ ശ്രമിക്കുന്ന, തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട ജന്തുക്കൾ വേണമെങ്കിൽ വീണ്ടും ഈ പണി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വീണ്ടും വീണ്ടും ക്രൂശിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അത് ഏത് ദൈവത്തിലായാലും വിശ്വസിക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാരും. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീത്ത ചെയ്യുന്ന അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരെ ദൈവം ക്രൂശിക്കുക തന്നെ ചെയ്യും. നന്മ ചെയ്യുന്നവനോടൊപ്പം മാത്രമേ ദൈവം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു മനുഷ്യനെ കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ ആ കല്ല് നമുക്ക് മേൽ തന്നെ വന്ന് പതിക്കുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് ആ മനുഷ്യനെ വെറുതെ വിടുക. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിർത്തുവാണ്. വേണമെങ്കിൽ ചിലരിപ്പോൾ വന്ന് ചോദിക്കുക, നീയും ആ മനുഷ്യനെ ഇട്ട് കൃഷി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത, ഇതുവരെ സംസാരിക്കാത്ത ആ മനുഷ്യനോട് ഒരുപാട് സഹോദര സ്നേഹം പുലർത്തുന്നുണ്ട്. അർജുനോട് അദ്ദേഹം എന്ത് സ്നേഹമാണോ പുലർത്തിയ അതേ സ്നേഹമാണ്, അതേ വൈകാരിക ഇതാണ് അദ്ദേഹത്തിനോടും തോന്നുന്നതെന്ന് പറയുന്നത്. നല്ലവരെ കാണുമ്പോൾ നല്ലവരെന്ന് പറയാൻ ശ്രമിക്കുക, പഠിക്കുക. ആ നല്ലവർ എന്ന് പറയുന്നതിനെ അടിസ്ഥാനമാക്കി മതത്തെയോ അല്ലെങ്കിൽ വർഗത്തെയോ വർണ്ണത്തെയോ ദേശത്തെയോ കലർത്താതിരിക്കുക. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടി മാത്രം സഞ്ചരിക്കുക. ഈ ഉള്ള കാലത്തെന്ന് പറയുന്നത് ഇതൊന്നും വകവയ്ക്കാത്ത മനുഷ്യരാണ് നിലനിൽക്കുന്നതെന്ന് അറിയാം. പക്ഷെ നന്മ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കല്ലെറിയാതെങ്കിലും ഇരിക്കുക. ആ മനുഷ്യൻ്റെ കണ്ണീര് നമ്മളെ കാരണമാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷകരമായിട്ട് ഭവിക്കും. കാരണം ഇത്രയും എന്ത് പറയുന്നത്, പണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേറൊന്നും നോക്കി പോകേണ്ട കാര്യമില്ല. എന്നിട്ടും ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പണത്തിനല്ല എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും വേണ്ടേ. പിന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ, എത്രയോ ആൾക്കാർ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഈശ്വർ മാൽപ്പയെ ഇതിനകത്ത് പിടിച്ചിടുന്നുണ്ട്. ഈശ്വർ മാൽപ്പയെ അതിനകത്ത് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു തെറ്റ് കാണാനില്ല. യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് എന്താണ് ഈ മാധ്യമങ്ങളും ചെയ്യുന്നത്? അത് തന്നെയല്ലേ. നമ്മുടെ ഓരോ സ്ഥലത്ത് വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇതൊക്കെ ചിത്രീകരിക്കുന്നത് അവരും ഈ യൂട്യൂബ് ചാനൽ പോലെ ഒരു സംഭവം തന്നെയല്ലേ ഈ നടത്തുന്നത്. ഇനി അവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്, ഓരോ ചാനലുകൾക്കും. അപ്പം അവിടെ നമ്മൾ കാണാത്ത എന്ത് സംഭവമാണ് ഇവരൊക്കെ ഒരു വ്യക്തികൾ ചെയ്യുന്ന സമയത്ത് കാണേണ്ടതെന്ന് പറയുന്നത്. ചാനലുകൾ ഇതുപോലെ എന്താണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരും കാണിക്കാൻ ശ്രമിച്ചത്. അതിലൂടെ അവർക്കൊരു വരുമാനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവട്ടെ. അത് ഈശ്വർ മാൽപ്പയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മനാഫിക്കയുടെ കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, ആ സമയം തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. 9,000 സംതിങ് ആയിരുന്നു ലാസ്റ്റ് ടൈമിൽ ഞാൻ കണ്ടതെന്ന് പറയുന്നത്. ഇവരുടെ പത്രസമ്മേളനത്തിന് മുമ്പായിട്ട് ഞാൻ കാണുന്നതെന്ന് പറയുന്നത്. അത് ഒറ്റയടിക്ക് ഇത്ര ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കട്ട സപ്പോർട്ടാണ് എല്ലാവരും കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നത്. അദ്ദേഹം അതിലൂടെ ഇൻകം ഉണ്ടാക്കുന്നതിന് എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിനകത്തോട്ടൊക്കെ കലർത്തേണ്ട കാര്യങ്ങൾ എന്താണ്? കൈ കടത്തേണ്ട കാര്യം എന്താണ്? അതൊരു ബിസിനസ്സോ മറ്റേ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ആ സമയത്ത് നമ്മുടെ മെൻ്റൽ സപ്പോർട്ടിന് നമുക്ക് ആരുടെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ, നമ്മുടെ കാര്യങ്ങളൊന്ന് പറയണ്ടേ, അതിനുവേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും വേണ്ടുള്ളതല്ലേ. അപ്പം ഏതെങ്കിലും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പെടുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ വിളിച്ചു പറയാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണം. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. അത് ചെയ്തെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് മറ്റൊരു രീതിയിലേക്ക് കൈകടത്തുന്നതെന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതോടെ മറ്റൊന്നും കൂടി മാത്രമേ പറയാനുള്ളൂ. ഇത്രയും നല്ലൊരു പ്രവൃത്തി ഒന്നും തന്നെ നോക്കാതെ, ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും ഉണ്ടാക്കാതെ, മതത്തെ കൂട്ടി യോജിപ്പിക്കാൻ മാത്രം ശ്രമിച്ചിട്ടുള്ള, മതത്തെ പോലും കാണാത്ത, ഇത്രയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ച നിങ്ങളോട് ഈ പ്രവൃത്തി ചെയ്ത എല്ലാ വ്യക്തികളുടെയും ഈ പറയുന്ന പൊതുസമൂഹമാണല്ലോ അതെന്ന് പറയുന്നത്. ആ പൊതുസമൂഹത്തിൽ അടങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഇതിന് വേണ്ടിയിട്ട് മനാഫിക്ക മാപ്പ്.